നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഒരു വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട്. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ബസ്സിന് കാശില്ലാത്ത സ്ത്രീകൾ കുട്ടികളിലെ അതായത് സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നതാണ് വിഷയം പുള്ളിക്കാരൻ്റെ. അതായത് സർക്കാർ സ്കൂളിൽ സീറ്റൊക്കെ ഒഴിഞ്ഞെടുക്കുന്നു, കുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിൽ കാശില്ലെന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് കുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കാൻ മടിയില്ല എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ ഏത് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. മാത്രമല്ല, ഈ പറയുന്ന പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം കാശുള്ള വീട്ടിലെ കുട്ടികളല്ല പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ പല രക്ഷിതാക്കളും ചിന്തിക്കുന്നത് എന്താ, നമ്മൾ പഠിച്ച പോലെ ആയിരിക്കരുത്, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം. അപ്പോൾ ഏറ്റവും നല്ല സ്കൂൾ അവരെയും കൊണ്ട് പറ്റുന്നത് പോലെ എത്ര വേണേലും കഷ്ടപ്പെടാൻ റെഡിയാണ്. കുട്ടികൾക്ക് വേണ്ടി എത്ര വേണേലും കഷ്ടപ്പെടും, അതിനുവേണ്ടി എത്ര കാശ് വേണേലും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടാണ് പല കുഞ്ഞുങ്ങളെയും സ്കൂളിലേക്ക് വിടുന്നത് അല്ലേ. അതുകൊണ്ട് കാശുള്ള വീട്ടിലെ കുട്ടികൾ മാത്രമല്ല പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്നത്. പിന്നെ കുട്ടികളെ ഏത് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെന്നുള്ളത് രക്ഷകർത്താവിൻ്റെ തീരുമാനം. അതുപോലെ ഒരു മന്ത്രിക്കും അതിൽ അധികാരം മീൻസ് ഒരു മന്ത്രിക്കും അതിൽ അഭിപ്രായം പറയാൻ അവകാശമില്ല. മാത്രവുമല്ല, ഈ സർക്കാർ സ്കൂളുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത് അത് രക്ഷിതാക്കളുടെ കുറ്റമല്ല. അപ്പോൾ സർക്കാർ സ്കൂളുകൾക്ക് എന്താണ് കുഴപ്പമെന്ന് ആദ്യം പഠിക്കണം ഇല്ലേ. ആ പഠിച്ചിട്ട് അത് പരിഹരിക്കാനല്ലേ ശ്രമിക്കേണ്ടത്, ശരിയല്ലേ? അതെ, ഈ പറഞ്ഞതിനകത്ത് നല്ല കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പം ഈ നമ്മുടെ വീട്ടിലൊരാളെ ആഹാരം കഴിക്കാൻ വിളിച്ചു, വാ നമുക്ക് കഴിച്ചിട്ട് പോവാം. സ്വാഭാവികമായിട്ടും ഒരാൾ ആഹാരത്തിന് നമ്മുടെ കൂടെ വരും. ആഹാരം കഴിക്കാൻ നമ്മൾ ആഹാരമെല്ലാം വിളമ്പി കൊടുത്തു. അപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചോദിക്കുക എങ്ങനെയുണ്ട്, സ്വാഭാവികമായിട്ട് പറയും ആ കൊള്ളാം. അന്നേരം പറയാം അല്ലല്ലോ ഇങ്ങനെ ഞാൻ എവിടുന്നെങ്കിലും കാശൊക്കെ ഉണ്ടാക്കി ഇവിടെ കുറച്ച് ചോറും ഇച്ചിരി ചിക്കനും ഒക്കെ മേടിച്ച് എന്തെങ്കിലും കറി വെച്ച് ഏതെങ്കിലും ഒരു വായി നോക്കി വരും തിന്നോണ്ട് പോവാൻ. അപ്പം മറ്റേ ആളിന് എന്ത് തോന്നും, ഛർദിച്ചാലോ എന്ന് തോന്നിപ്പോവും. ഈ ചേട്ടനല്ല ഞാൻ പറഞ്ഞത്, ചേട്ടനല്ല, പൊതുവെ ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ എവിടുന്നെങ്കിലൊക്കെ മേടിച്ചോണ്ട് വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പെണ്ണുമ്പിള്ള കഷ്ടപ്പെട്ടുണ്ടാക്കും, ഏതെങ്കിലും നാറി ഒന്ന് തിന്നും അല്ലേ. ഇവന്മാർ ഈ വന്ന് തിന്നുന്നവന്മാർക്ക് എന്താ കൈ കാശില്ലയോ, പുറത്തു പോയി അവന്മാർക്ക് ചോറ് മേടിച്ച് അവന്മാർക്ക് ഇറങ്ങത്തില്ലയോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം വിളിച്ചു കഴിഞ്ഞാൽ വന്ന് കയറി, ഇപ്പം നമ്മളൊക്കെ വിളിക്കുന്ന എന്തിനാ, ഒരു ഫോർമാലിറ്റിക്ക് വിളിക്കുന്ന, വന്ന് കയറി ഇരുന്നൊക്കെ തിന്നാൻ ഒരു നാണവും ഇല്ല. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ സാധനമാണ് ഇപ്പോൾ CP ജോൺ എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കുറച്ച് ഭംഗിയായി പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് കോണ്ടക്സ്റ്റ് മാറി എന്ന് മാത്രം. പക്ഷേ ഈ പറഞ്ഞ സാധനം തന്നെയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്ക്, നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാർ, കഴിഞ്ഞ സർക്കാർ, ഇടത് സർക്കാർ ഒരു തുക 1000 രൂപ വീതം കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മാസം എന്തോ കൊടുത്തിരുന്നു, ഒരു ഗഡു കൊടുത്തിരുന്നു. അതിനുശേഷം അടുത്ത് വന്നപ്പോൾ അത് വെട്ടിയിട്ട് സ്ത്രീ സുരക്ഷ എന്നുള്ള പേരിൽ തന്നെ, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചു. ഇത് കൊടുത്തിട്ടാണ് പറയുന്നത് എല്ലാം വന്ന് തള്ളിക്കയറുകയാണ് എന്ന് പറയുന്നത്. ഒരു സൗജന്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ അർഹതപ്പെട്ടവരും അർഹതപ്പെടാത്തവരും എന്ത് ചെയ്യും, ഈ സൗജന്യത്തിനായി വരും. സ്വാഭാവികമുള്ള കാര്യമാണ്. പണമുള്ളവരും പണമില്ലാത്തവരും വരും. ഇവിടെ ഈ സ്കൂൾ വിദ്യാഭ്യാസവും ഇതുമായിട്ട് എങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു CP ജോൺ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല വിവരമുള്ളൊരു മനുഷ്യനാണ്. പുള്ളി ഈ സ്കൂൾ വിദ്യാഭ്യാസത്തെയും ബസ്സിനകത്ത് സ്ത്രീകൾ കയറുന്നതിനെയും എങ്ങനെയാണ് അദ്ദേഹം തുലനം ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകാത്തത്. നമുക്ക് സർക്കാർ സ്കൂളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മുടെ ഇവിടെ സർക്കാർ സ്കൂളുകളുണ്ട്, സർക്കാർ സ്കൂളിൽ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ വകുപ്പായിരുന്നാലും എല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യം എന്താ, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലേക്ക് കുട്ടികൾ വരാത്തത് എന്നുള്ളൊരു ചിന്താഗതി. ഇപ്പം നമുക്കറിയാം, പിന്നെ ഇന്ന് പല ഭാഗങ്ങളിലും പല അധ്യാപകരും ഈ അവരുടെ മക്കളെ പോലും പ്രൈവറ്റ് സ്കൂളിലാണ് വിടുന്നത്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ഈ കുറച്ചു കാലത്തിന് മുൻപ് ഞാൻ കേട്ട ഒരു യൂട്യൂബിലോ ഈ വാട്സാപ്പിലോ മറ്റോ വന്നൊരു ഓഡിയോ, തൃശ്ശൂരുള്ള ഒരു പെൺകുട്ടി, തൃശ്ശൂരാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആ കുട്ടി ഏതൊരു ലോക്കൽ സ്ഥലമാണ് പറഞ്ഞത്, അതിൽ നിന്നാണ് എനിക്ക് അവരുടെ ഒരു ലാംഗ്വേജിൽ നിന്ന് കിട്ടിയത്. അപ്പം ആ സ്ഥലത്തൊരു പെൺകുട്ടി അധ്യാപികയാവാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എഴുതി വേക്കൻസി ഉള്ളിടത്തേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എനിക്കൊന്ന് പ്രൈമറി ടീച്ചേഴ്സായിട്ട് LP സ്കൂളിലേക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഈ കുട്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അപ്പം വേക്കൻസി ഉള്ളത് അറിയിച്ചു കഴിഞ്ഞാൽ ആ വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി അയക്കും. അപ്പോൾ ഒരു HMനെ, ആ സ്കൂളിലെ HMനെ വിളിക്കുകയാണ്. HMനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, സാർ അവിടെ വേക്കൻസി ഉണ്ടോ, ഞാനിങ്ങനെ ടെസ്റ്റ് എഴുതി നിൽക്കുകയാണ്, ക്വാളിഫൈഡ് ആണ്,
എനിക്ക് അവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ജോലി കിട്ടും സാർ. അപ്പം HM ചോദിച്ചു, ആ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് എവിടെയാണ് നാട്, വീട് എവിടെയാണ്, ആരൊക്കെയാണ്, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, കുട്ടിയുണ്ടല്ലേ? അപ്പോൾ കുട്ടിയുണ്ട്. എത്രയിലാണ് പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതെവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് അത് ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ പേരാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ HM പറഞ്ഞു, അത് ശരി, പിന്നെ കുട്ടി പഠിക്കുന്നത് പ്രൈവറ്റ് സ്കൂളിലാണല്ലേ? അതെ. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മുടെ സ്കൂളിൽ കുട്ടികളുണ്ടാവും? സർക്കാർ സ്കൂളിൽ കുട്ടികളില്ല. കാര്യം പിന്നെ നിങ്ങളെപ്പോലെ അധ്യാപകർ എന്ത് ചെയ്യും? സ്വന്തം മക്കളെ മറ്റേ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് വിട്ടിട്ട് നിങ്ങൾക്ക് ഈ സർക്കാർ ജോലി വേണമെന്ന് പറയാൻ നടക്കുന്ന കാര്യമാണോ എന്ന് അവർ ചോദിച്ചു. ആ അധ്യാപകൻ വളരെ രസകരമായി ചോദിച്ചു. ഏറ്റവും അവസാനം ഈ വിളിച്ച ആ അധ്യാപിക ടെസ്റ്റ് എഴുതി നിൽക്കുന്ന ആ കുട്ടി അങ്ങ് അബദ്ധക്കാരിയായിപ്പോയി. ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. അതായത് എന്തുകൊണ്ട് സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നു? അതിനാരാണ് കാരണക്കാർ? എന്തുകൊണ്ട് സംഭവിക്കുന്നു? പണ്ടത്തെ പോലെ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളുകൾക്കാരാണ് അഫിലിയേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്ന പ്രൈവറ്റ് സ്കൂളുകൾ നിരന്തരം മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുക. കാര്യം എന്താ? ഏറ്റവും ലാഭകരമായൊരു ബിസിനസ്സാണ് സ്കൂള്. ഏറ്റവും ലാഭകരമാണ്. അത് വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയുമാണ് ഇന്ന് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ കഴിയുന്ന രണ്ട് മേഖലകൾ. എവിടെയെങ്കിലും നമ്മൾ നോക്കിക്കോളൂ, പിന്നെ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വകാര്യ സ്കൂളുകൾ ഇങ്ങനെ കൂണുകൾ പോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇത് രണ്ടും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിന് ആരാണ് പെർമിഷൻ കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇതിന് അനുമതി കിട്ടുന്നത്? ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നമല്ലേ? അപ്പോൾ സർക്കാരിന്റെ പ്രശ്നമല്ലേ ഈ സ്കൂളുകളിൽ കുട്ടികൾ വരാത്തത്? അപ്പോൾ അതിന് അതുകൊണ്ട് പ്രൈവറ്റ് സ്കൂളിലേക്ക് വിടും. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യത്തിനായി ഇടിച്ചു കയറുന്നതാണ്, തള്ളിക്കയറുകയാണ് സ്ത്രീകൾ പ്രിയദർശിനിയിലേക്ക്. വളരെ സമാധാനപൂർവ്വമായി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട ബസ്സിലോ KSRTC എന്നില്ല, പ്രൈവറ്റ് എന്നില്ല, ഏത് ബസ്സിലോ അവർ കയറി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു നാടാണ് കേരളം. ഇങ്ങനെ വന്ന് പറഞ്ഞതാരാ? നിങ്ങൾക്ക് ഞങ്ങൾ സൗജന്യ യാത്ര നടത്താം എന്ന് പറഞ്ഞതാരാണ്? സർക്കാരാണ്. അല്ലാതെ ഇവിടുത്തെ ഈ നാട്ടിലെ സ്ത്രീകൾ ആരും പറഞ്ഞില്ല. ഈ നാട്ടിൽ ജോലി ചെയ്യുന്നവരും ചെയ്യാത്തവരും വീട്ടമ്മമാരും ആരും പറഞ്ഞില്ല ഞങ്ങൾക്ക് നിങ്ങൾ KSRTC ബസ്സിൽ സൗജന്യം തരണമെന്ന്. ആരും അങ്ങോട്ടൊരു നിവേദനം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ CP ജോണിന്റെ ഓഫീസിലേക്കോ അയച്ചിട്ടില്ല. നിങ്ങൾ തന്നെയാണ്, സർക്കാർ തന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് KSRTC ബസ്സിൽ സൗജന്യം നൽകാം. ഓർഡിനറി എന്നും അല്ല പറഞ്ഞത്, KSRTCയിൽ സൗജന്യ യാത്ര നൽകാം. ഈ പറയുന്ന പിന്നെ KC വേണുഗോപാലും ഇവിടുത്തെ നേതാക്കന്മാരും VD സതീശൻ അടക്കമുള്ളവർ കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ബസ്സിലും നിങ്ങൾക്ക് എവിടെ വേണേ തീർത്ഥയാത്ര പോകാം, ഉല്ലാസയാത്ര പോകാം, എന്തിനും പോവാം, എവിടെ വേണേ നിങ്ങൾക്ക് പോവാം, അപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിരിക്കും. അല്ലാതെ ഓർഡിനറി ബസ് എന്നല്ല പറഞ്ഞത്, ഏത് ബസ്സിലും. എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞ് സർക്കാർ രൂപീകരിച്ച് സർക്കാർ ഇതിന് KSRTCക്ക് ഒരു മന്ത്രിയുമായി, ഗതാഗത വകുപ്പിന് ഒരു മന്ത്രിയായി കഴിഞ്ഞിട്ട് ആണ് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോഴും ആശങ്കയുണ്ട്, എങ്ങനെ നടപ്പിലാക്കും? KSRTC ഓർഡിനറി ബസ്സുകൾ എന്നുള്ള നിലയിലേക്ക് അത് ചുരുക്കി. ഇപ്പോഴും ആശങ്കയില്ല. അതെ. എന്നിട്ട് ഇത് ചുരുക്കി കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? ആരും ചോദിച്ചില്ല എന്താണ് ഓർഡിനറിയിലാക്കിയത് എന്നാരും ചോദിച്ചില്ല. പിന്നെ ഈ നാട്ടിൽ പിന്നെ പറയുന്ന എന്താണ്, സർക്കാർ ആശുപത്രികളിലേക്ക് പോവും, അച്ഛനോ ഭർത്താവിനോ അസുഖം വന്നു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയുടെ വരാന്ത നിരങ്ങും എന്നാണ് പറഞ്ഞത്. ആരോഗ്യരംഗം ഇന്നോ ഇന്നലെയോ അല്ല സൗജന്യമാക്കിയത്. KSRTC സൗജന്യമാക്കിയത് ഇപ്പോഴായിരിക്കും. പക്ഷെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ സർക്കാർ ആരോഗ്യ വകുപ്പിൽ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണെന്നേ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ വേജസിൽ അല്ലെ സൗജന്യമാക്കി അവർക്ക് ചികിത്സ കൊടുക്കാൻ. അത് സർക്കാരല്ലാതെ പിന്നെ ആരാ ചെയ്യുക? സർക്കാർ അല്ലാതെ പിന്നെ ആരാണത് ചെയ്യേണ്ടത്? ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും, ഈ നാട്ടിലെ അങ്ങനെയല്ല പറയുന്നത്, എല്ലാവർക്കും, സാധാരണക്കാരെന്നില്ല, പാവപ്പെട്ടവരെന്നില്ല, പണക്കാരെന്നില്ല, ഒന്നുമില്ല. ഈ നാട്ടിലുള്ള കേരള സംസ്ഥാനത്തോ പുറത്തോ ഉള്ള ആർക്കും മികച്ച ചികിത്സ സൗജന്യമായി കൊടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ആ സൗജന്യം ഏറ്റെടുക്കുക എന്നുള്ളതും ഈ പറയുന്ന ഓരോ പൗരന്റെയും അവകാശവുമാണ്. ഈ പറയുന്ന ഒരു ബംഗാളി വന്നാലും ഒരു പിന്നെ അതിഥിത്തൊഴിലാളി എന്ന് പറയുന്ന ആൾക്കാർ വന്ന് ചികിത്സയ്ക്ക് ചോദിച്ചാലും അവർക്കും ചികിത്സ കൊടുക്കണം. അതും സൗജന്യമായിട്ട് 1 രൂപ വാങ്ങാതെ കൊടുക്കണം. അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പം അവിടേക്ക് നിരങ്ങാൻ പോവുക, അതിന്റെ വരാന്തയിലേക്ക് വന്ന് കിടക്കും എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല സർ, ഇത് തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ഇവിടെ ആതുര ശുശ്രൂഷ മേഖല ഇങ്ങനെ സൗജന്യമാക്കിയിട്ട് കാലം കുറേ ആയി. KSRTC പക്ഷേ സൗജന്യമായിട്ടല്ല കൊടുത്തുകൊണ്ടിരുന്നത്. KSRTC സൗജന്യമായി യാത്ര കൊടുക്കാമെന്ന പറഞ്ഞതും സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് UDF സർക്കാരാണ്. എന്നിട്ട് അവരെ പുച്ഛിക്കരുത്. ഈ നാട്ടിലെ വനിതകൾക്ക് ആത്മാഭിമാനം ഇല്ല എന്ന് മന്ത്രി കരുതരുത്. അവർക്ക് ആത്മാഭിമാനമുണ്ട്.
അല്ലെങ്കിൽ ക്രൈറ്റീരിയ വെക്കണമായിരുന്നു. അല്ലെങ്കിൽ ക്രൈറ്റീരിയ വെക്കുക, അതായത് ഇത്ര വയസ്സ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വരുമാന സ്രോതസ് അല്ലെങ്കിൽ കാർഡ് എടുത്ത് പോകുന്ന യാത്രക്കാർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ കാർഡ് എടുത്താൽ മതി. ഇപ്പോൾ ഏതെങ്കിലും ഒരു KSRTC ഡിപ്പോയിൽ നിന്ന് അവരുടെ കൺസേൺ ഇപ്പോൾ തമ്പാനൂരെങ്കിൽ തമ്പാനൂർ, അല്ലെങ്കിൽ കിഴക്കേക്കോട്ടയെങ്കിൽ കിഴക്കേക്കോട്ട, ഏതെങ്കിലും ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവരുടെ വരുമാന അല്ലെങ്കിൽ കാർഡ് നോക്കി, റേഷൻ കാർഡിന്റെ വലിപ്പം നോക്കിയിട്ട് അതിന്റെ നിറം നോക്കി അവർക്കൊരു കാർഡ് ഇഷ്യൂ ചെയ്യുക. നിങ്ങൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് KSRTC ഒരു കാർഡ് ഇഷ്യൂ ചെയ്താൽ മതി. ആ കാർഡ് കാണിക്കുന്നവർക്ക് മാത്രം, ആ കാർഡിൽ വേണേ ഫോട്ടോ പതിപ്പിച്ചോളൂ, ഒരു ഫോട്ടോ വെച്ച കാർഡ്, ആ കാർഡ് കാട്ടിയാൽ പോരെ. ആ കാർഡ് കാട്ടി കഴിയുമ്പോൾ അവർക്ക് മാത്രം 0 ടിക്കറ്റ് കൊടുക്കുക. ആ കാർഡ് ഇല്ലാത്തവർക്ക് ടിക്കറ്റ് ഫെയർ ഫുൾ ഫെയർ കൊടുക്കുക. ഇതായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? എന്നിട്ട് എല്ലാവർക്കും സൗജന്യം, അത് പ്രായവ്യത്യാസമില്ലാതെ സാമ്പത്തിക സംവരണമില്ലാതെ ഒന്നുമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര കൊടുത്തിട്ട് ഏറ്റവും അവസാനം അവരെ പുച്ഛിക്കുന്ന ഈ സമീപനം തെറ്റാണ്. അവർ തള്ളിക്കയറും. അവർക്ക് യാത്ര ചെയ്യണം. അവർ യാത്ര ചെയ്യുമ്പോൾ അവർ KSRTC ബസ്സാണ് കിട്ടുന്നതെങ്കിൽ അവർ ആ KSRTC ബസ്സിൽ കയറും. നിങ്ങൾ വാഗ്ദാനം ചെയ്ത സ്ഥിതിക്ക് വാഗ്ദാനം അനുസരിച്ച് സർക്കാർ അത് ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. എന്തിനാ ഇവരെ കുറ്റം പറയുന്നത്? സൗജന്യം കൊടുത്തിട്ട് നിങ്ങൾ സൗജന്യം മേടിക്കരുത്, അതിന് തള്ളിക്കയറുന്നു എന്ന് പറഞ്ഞിട്ട് നാണമൊന്നുമില്ല. അത് വിദ്യാഭ്യാസ മേഖലയായിട്ട് ഇതിനെ തട്ടിച്ചു വെക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസ മേഖല സൗജന്യമായി കൊടുത്തുകൊണ്ടിരുന്ന ഒന്നാണ്. അവിടെ ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ആശുപത്രിയുടെ കാര്യത്തിൽ നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കമുള്ള അല്ലെങ്കിൽ ക്യാൻസർ റിസർച്ച് സെന്റർ വരെ സർക്കാരിന്റെ ഇതായിട്ട് നമുക്കുണ്ട്, സംസ്ഥാനത്തിനുണ്ട്. അപ്പം എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ സ്വകാര്യ ആശുപത്രികൾ വരുന്നത്? സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട്. അവിടെ സ്വകാര്യ ആശുപത്രി വരുന്നു, കാശുള്ളവൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് വരുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നു. നമ്മൾ എന്തുകൊണ്ട് മെച്ചപ്പെടുന്നില്ല? ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പോകുന്നത്? അതെന്താ ചിന്തിക്കാത്തത്? ഓരോ സ്കൂളിൽ ഇന്ന് പലയിടങ്ങളിലും ഡിവിഷൻ ഫോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതായത് ഡിവിഷൻ ഇല്ല വരുമ്പോൾ കുട്ടികളുടെയും അധ്യാപകന്റെയും ആനുപാതികം കുറയുന്നു. ആ അനുപാതം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള അധ്യാപകരെ നിർത്തിയാൽ മതി എന്നുള്ള നിലപാട് വരുമ്പോൾ ജോലി കയറിയിരിക്കുന്ന അധ്യാപകർക്ക് ജോലി ഇല്ലാതെ വരുന്നു. ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് മാറ്റാൻ എന്താ? പൊതുവിൽ നമ്മളുടെ ഒരു സംസ്കാരം മാറി. പണ്ട് ഒരു വീട്ടിൽ 3-4 കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് വെക്കുക. ഇന്ന് എല്ലാവരും സിംഗിൾ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പലരും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുന്നുണ്ട്. പൊതുവെ കുറവുണ്ടാകുന്നുണ്ട്. ഈ കുട്ടികളെ സ്കൂളുകളിലേക്ക്, സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കാൻ അവിടുത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയുന്നില്ല. അതങ്ങനെ MDMA കേസും അതും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക അധ്യാപകരുടെ പേരിൽ. അധ്യാപകർ സ്വന്തം പണി മാറ്റി വെച്ചിട്ട് വേറെ പല സൈഡ് ബിസിനസ്സുകളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവർ വാഴകൃഷി അത് ഇതെന്ന് പറഞ്ഞിട്ട് ചില അധ്യാപകർ ആ വഴിക്ക് പോകുന്നുണ്ട്. ചില അധ്യാപകർ സ്കൂളിൽ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. ചില അധ്യാപകർ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയും പ്രൈവറ്റ് സ്കൂളിൽ പോയാൽ മതിയെന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ കാര്യം എന്താ? CBSE പിള്ളേരെ പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ ഫീസ് മേടിക്കാൻ പറ്റുന്നത്. കേരള സിലബസിലുള്ള പിള്ളേർക്ക് അത്രയും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം. അതായത് സ്ത്രീകളെ ശരിക്കും അവഹേളിക്കുന്ന ഒരു സമീപനമാണ്. നിങ്ങൾ സൗജന്യം കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ നിങ്ങൾ വലിഞ്ഞു കയറി വരുന്നവരാണ് എന്ന് പറയുന്ന ഒരു സമീപനമേ തെറ്റാണ്. നിങ്ങൾ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ പോയി കിടക്കുകയല്ല. അത് സർക്കാർ ആശുപത്രി എന്ന് പറയുന്ന സംവിധാനം അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രിവിലേജാണ് ഒരു സാധാരണക്കാരന്. നിങ്ങൾക്ക് ആശുപത്രിയിൽ വരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് രോഗത്തിനുമുള്ള ചികിത്സ ഇവിടെ ഉണ്ട്. അതിനാണല്ലോ കുറെ എണ്ണത്തിന് കോട്ടും സ്യൂട്ട് ഇട്ടിരിക്കുന്നവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത്. വെറുതെ അല്ലല്ലോ. സർക്കാരാണല്ലോ ഈ കോട്ടും സ്യൂട്ട് ഇട്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അറ്റൻഡർക്ക് വരെ എവിടുന്നാണ് ശമ്പളം കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് എടുക്കുന്ന പൈസയല്ല. അല്ലെ CP ജോണിന്റെയോ അല്ലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന ആളിന്റെയോ K മുരളീധരന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പൈസ അല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇവിടെ നികുതി പിരിഞ്ഞു കിട്ടുന്ന പൈസയാണ്. ഇത് സാധാരണക്കാരന്റെ പൈസയാ, അല്ലേ? ഇതൊക്കെയാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും എന്തുകൊണ്ട് ഈ മേഖലയിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും പോവാം? അത് പണം BMW വരുന്ന ആൾക്കാർ വരെ കാണും. വലിയ ലക്ഷറി കാറിലും റോൾസ് റോയ്സ് വരെ ചിലപ്പോൾ സർക്കാർ ആശുപത്രി ആൾക്കാരെ ചികിത്സയ്ക്ക് വന്നിരിക്കും. ചികിത്സ കൊടുത്തേ പറ്റൂ, അല്ല നിങ്ങളുടെ കാശിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ സർക്കാർ പ്രൈവറ്റ് ആശുപത്രി പോയിക്കൂടെ എന്ന് അവരോട് ചോദിക്കാൻ പറ്റില്ല. എനിക്ക് എന്തിനാണ് സർക്കാർ സംവിധാനം ഒരുക്കിയിട്ടിരിക്കുന്നത്? ഈ പറയുന്ന അറ്റൻഡർമാർ രോഗികളെ കാണുന്ന നികൃഷ്ടമായ കണ്ണുകൊണ്ടാണ്. അറ്റൻഡർമാരുടെ ഒരു സ്വഭാവത. രോഗികൾ വന്നു കഴിഞ്ഞാൽ രോഗികൾ അയാളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി വന്ന് കയറിയതുപോലെയാണ് ഈ അറ്റൻഡർമാർ നോക്കുന്നത്. നഴ്സുമാരുടെയൊക്കെ ചെന്നിട്ട് കുത്തിവയ്പ്പിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളോടൊക്കെ ശത്രുതയുള്ള പോലെ നഴ്സുമാർ നമ്മളോട് ട്രീറ്റ് ചെയ്യുന്ന രീതി. ആശുപത്രിയുടെ പ്രശ്നം അതാണ്, നമ്മുടെ സർക്കാർ ആശുപത്രിയുടെ പ്രശ്നം അതാണ്. അതെന്താണെന്നറിയോ? അവർക്ക് ജോലി ചെയ്താലും ഇല്ലെങ്കിൽ ശമ്പളം കിട്ടും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് അവരുടെ പണി പോകും. പ്രൈവറ്റ് ആശുപത്രിയിൽ. ഇതതില്ല. നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് ചെന്ന് കഴിഞ്ഞാലേ
അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയോ കൊച്ചോർത്തനം പറയുക കൊതിഞ്ഞോണം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെന്തോ അവരുടെ ഒരു ലോകത്ത് അന്യഗ്രഹ ജീവി വന്ന് കയറി ഇതിനെ എങ്ങനെയെങ്കിലും ഓടിച്ചു വേണം. അല്ല അയൽവക്കക്കാരൻ്റെ കോഴി നമ്മുടെ പറമ്പിൽ കയറുമ്പോൾ നമ്മുടെ ദേഷ്യം എന്താണോ അതായിരിക്കും. ഇവരുടെ ഈ അറ്റൻഡർമാരുടെയൊക്കെ സ്വഭാവം അതാണ്. അവരൊക്കെ നമ്മളെന്തോ തെറ്റ് ചെയ്തവരാണ് അവരുടെ മുന്നിൽ. ഈ ഒരു സമീപനം ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി സർക്കാരിനുണ്ടാവണം. അല്ലാതെ ഇച്ഛാശക്തിയോട് കൂടി പോയേ പറ്റൂ. ഈ പറയുന്ന ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചു വെച്ചിട്ട് ഈ നാട്ടിലെ സ്ത്രീകളെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. അതിന് കൃത്യമായ ഒരു തയ്യാറെടുപ്പുകളില്ലായിരുന്നു, മുന്നൊരുക്കങ്ങളില്ലായിരുന്നു, ഒന്നുമില്ലാതെ കുറേ സ്ത്രീകൾ എന്നാൽ പിന്നെ നിങ്ങൾ ഓർഡിനറി ബസ്സിൽ കയറിക്കോ നിങ്ങൾക്കെല്ലാം സൗജന്യം തരാമെന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിക്കുന്ന പരിപാടിയല്ലേ ഇപ്പോൾ കാണിക്കുന്നത്. അതിന് മറുപടി എന്തായാലും മന്ത്രി പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം.